കേട്ടെ. ആമേൻ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, കള്ളൻ മോഷ്ടിച്ചത് തിരികെ നൽകുമ്പോൾ 7 മടങ്ങായി. നിങ്ങൾക്ക് ഈ വാക്യം കിട്ടിയില്ലെന്ന് പറയല്ലേ? ഈ വാക്യത്തെയാണ് നമ്മൾ പിടിച്ചു കയറേണ്ടത്. ഈ ദൈവവചനത്തെ നമ്മൾ പിടിച്ചു കയറിക്കണോ? ഈ ദൈവവചനത്തെ കിട്ടിയാൽ പിടിച്ച് കയറിക്കോണം. പിടിച്ച് കയറി അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ 7 മടങ്ങ് തിരികെ ലഭിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്, കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് തിരികെ ലഭിക്കുമ്പോൾ 7 മടങ്ങായിട്ട് നൽകണം. അത് നമ്മുടെ സമ്പത്താണെങ്കിൽ 7 മടങ്ങ്, നമ്മുടെ ആരോഗ്യമാണെങ്കിൽ 7 മടങ്ങ്, നമ്മുടെ പ്രതാപമാണെങ്കിൽ 7 മടങ്ങ്, നമ്മുടെ പേരിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് 7 മടങ്ങ് പേര് നമുക്ക് തിരിച്ചു നൽകണം. നമ്മുടെ ഈ പറയുന്ന സംവത്സരങ്ങൾ 7 മടങ്ങ്, ബിസിനസ് ചെയ്ത് നഷ്ടം കള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് 7 മടങ്ങ് തരണം. അവൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ ചിലവാക്കിയതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി UK-യിലും ഓസ്ട്രേലിയ അമേരിക്കയിലും വിട്ട് കാനഡയിലും വിട്ട് പഠിപ്പിച്ച് എല്ലാം ചിലവാക്കിയത് കള്ളൻ കവർന്നുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് 7 മടങ്ങ്. യെസ്, അങ്ങനെയെങ്കിൽ 7 മടങ്ങ് തരണം. ഇനി കള്ളൻ ആരാ? പിശാചിനെ കുറിച്ച് എന്തോ വചനം പറയുന്നത്? യെസ്, പിശാചിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്ന് പറയാൻ, അവൻ ഫോഷ്കനാണ്, ഫോഷിൻ്റെ അപ്പനുമാണ്. എന്ന് വെച്ചാൽ അവനാണ് യഥാർത്ഥ കള്ളൻ. ഫോഷിൻ്റെ അപ്പനുമാണ്. അപ്പം ഈ പിശാച് കവർന്നുകൊണ്ട് പോയത് എല്ലാം 7 മടങ്ങായിട്ട്. ഇത്രയും നാളും തരാതിരുന്നത് 7 മടങ്ങായിട്ട് തരണം. ഇത്ര നാളും പിടിച്ചു വെച്ചത് 7 മടങ്ങായിട്ട് തിരികെ നൽകണം. ഇത്രയും കാലം മണ്ണിട്ട് മൂടിയത് 7 മടങ്ങായിട്ട് തിരികെ നൽകണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ അവകാശമായി കണ്ടുകൊണ്ട് തിരികെ പ്രാപിക്കേ. ഇത് ചുമ്മാ കേട്ടുകൊണ്ട് പോലെ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ആമേൻ ഈ വാക്കുകൾ നിങ്ങൾ ആത്മമണ്ഡലത്തിലേക്ക് വിശ്വാസത്തെ റിലീസ് ചെയ്യേ. പിശാച് എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ സംവത്സരങ്ങൾ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ വർഷങ്ങൾ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ എൻ്റെ ആരോഗ്യം, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ എൻ്റെ സമ്പത്ത്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ എൻ്റെ കുടുംബം, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു പോയ എൻ്റെ മക്കൾ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു പോയ എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു പോയ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം, ഇതിനെയെല്ലാം തിരികെ പിടി. അത് 7 മടങ്ങായി തിരികെ ലഭിക്കട്ടെന്ന് പറ. 7 മടങ്ങായി 4 ദിക്കിലേക്കും കൈ ഉയർത്ത്, 4 ദിക്കിലേക്കും കൈ ഉയർത്ത്, 4 ദിക്കിലേക്കും കൈ ഉയർത്തിക്കൊണ്ട് പറ, 7 മടങ്ങായി അത് തിരികെ വിട്ടെന്ന് പറ. മടക്കി നൽകാം.